വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഴീക്കോട് എന്ന സാമൂഹ്യ വിമർശകൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് സാഹിത്യ അക്കാദമി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അബ്ദുൽ നാസർ മാഷ് ഇവിടെ പറഞ്ഞവസാനിപ്പിച്ച അഴീക്കോടിൻ്റെ പല സാഹിത്യ വിമർശന കൃതികളും സമൂഹശാസ്ത്രത്തിൻ്റെ യുക്തികൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും തോന്നാമെങ്കിലും അഴീക്കോട് മാഷിൻ്റെ സാമൂഹ്യ വിമർശനങ്ങളാവട്ടെ സാഹിത്യ വിമർശനങ്ങളാവട്ടെ അതിൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചത് ഭാരതീയ തത്വചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എപ്പിസ്റ്റമോളജി എന്ന് തന്നെ പറയാം. ഇന്ത്യൻ എപ്പിസ്റ്റമോളജിയാണ് അതിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മൾ നിശ്ചയമായും കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ആ ഒരു യുക്തി, ആ ഒരു വിമർശന ബുദ്ധി ഒരുപക്ഷെ അഴീക്കോടിൻ്റെ സാമൂഹ്യ വിമർശനങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രസക്തമായി ഇന്നും വളരെ സജീവമായി നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ പോലും മരിച്ചുപോയ അഴീക്കോടിനെയല്ല, ജീവിക്കുന്ന അഴീക്കോടിനെ തൊടാൻ വേണ്ടിയാണല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിമർശനങ്ങളിൽ നമ്മൾ ഇന്നും റീവിസിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇന്നും വീണ്ടും വീണ്ടും വായിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയിൽ അദ്ദേഹം ഭാരതീയതയെക്കുറിച്ച് 7 ദിവസം നടത്തിയ പ്രഭാഷണ പരമ്പര, അത് പുസ്തക രൂപത്തിലും ലഭ്യമാണ്, ഭാരതീയത എന്ന പേരിൽ. അതിൽ അദ്ദേഹം എന്താണ് ഭാരതീയത, സീതാറാം യെച്ചൂരിയൊക്കെ പാർലമെൻറ്റിൽ ചോദിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ ഏത് ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. അപ്പം ഏത് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയേണ്ടുന്ന ഒരു ബാധ്യത എല്ലാ ഇന്ത്യക്കാർക്കും വന്നു ചേർന്നിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഏത് ഇന്ത്യയാണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് വിമർശന ബുദ്ധിയുള്ള ഇന്ത്യയാണ്. 2005 അമർത്യ സെന്നിൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്, ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻസ്, താർക്കികരായ ഇന്ത്യക്കാർ എന്ന പേരിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ മലയാള പരിഭാഷയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ ശ്രദ്ധേയമായ ഒരു വിമർശന യുക്തി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണിത്. അതുകൊണ്ടാണ് ഗീതയെക്കുറിച്ച് വിമർശനം എന്ന് പറയുമ്പോൾ അതും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഒരു കാലത്ത് വിമർശനം എന്ന് പറയുമ്പോൾ കുറ്റം പറയലല്ല, അതുമാത്രമേ നമുക്കിപ്പോൾ കേട്ട് പരിചയമുള്ളൂ. അതുകൊണ്ട് അഴീക്കോടിൻ്റെ വിമർശനങ്ങളിലൊക്കെ 3 പ്രഭവ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇവിടെ സംസാരിച്ച പലരും അത് സൂചിപ്പിച്ചു. അതിലൊന്ന് ഗാന്ധിജിയായിരുന്നു, മറ്റൊന്ന് വാഗ്ഭടാനന്ദനായിരുന്നു, മൂന്നാമത്തത് ഉപനിഷത്തുകളായിരുന്നു. അപ്പം ഉപനിഷത്തുകളെക്കുറിച്ചും ഗീതയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സവിശേഷതകളായി പോലും അഴീക്കോട് മാഷ് ചൂണ്ടിക്കാണിച്ചത് എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഗീതയുടെ ഭാരതീയതയെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഗീതയുടെ അവസാന വരികൾ വിമർശ്യ ഏതദ് അശേഷേണ എന്നാണ്. വിമർശിക്കണം, ഒട്ടും ബാക്കി വയ്ക്കാതെ സമ്പൂർണമായും വിമർശിക്കണം. യഥേച്ഛസി തഥാ ഗുരു, എന്നിട്ട് എന്ത് തോന്നുന്നുവോ അത് ചെയ്യണം എന്നാണ് ഗീതയുടെ അവസാന വരികൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശന പാരമ്പര്യം, അതാണ് ഇന്ത്യൻ പാരമ്പര്യം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് ഗീതയിൽ മാത്രമല്ല, ബുദ്ധനും ഇത് തന്നെ പറയുന്നുണ്ട്. ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രം അംഗീകരിക്കുക, ഞാൻ ഗുരുവാണ് എന്നതുകൊണ്ട് അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ബുദ്ധനെയും നമ്മൾക്ക് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ പാരമ്പര്യങ്ങളെ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അഴീക്കോട് മാഷിൻ്റെ സമകാലിക പ്രസക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ രാമായണത്തിൽ നിന്ന് രാമനെ മാത്രം അടർത്തിയെടുക്കുന്ന ഒരു
രാഷ്ട്രീയ പ്രക്രിയ ഇവിടെ വളർന്നു വരുന്ന കാലത്തും കൂടിയാണ് അഴീക്കോട് മാഷിൻ്റെ ഈ പ്രഭാഷണം, ഭാരതീയതയെക്കുറിച്ചുള്ള പ്രഭാഷണം അടക്കം നടക്കുന്നതെന്ന് നമുക്കറിയാം. രാമായണത്തിൽ രാമൻ മാത്രമല്ല ഉള്ളത്, ജടായുവിൻ്റെ ത്യാഗമുണ്ട്, ശബരിയുടെ ഭക്തിയുണ്ട്, ലക്ഷ്മണൻ്റെ വീര്യമുണ്ട്, സീതയുടെ ദുഃഖമുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് രാമായണം. ആ രാമായണത്തിൽ നിന്ന് രാമനെ മാത്രം അടർത്തിയെടുക്കുന്നതിനെതിരെ ശക്തമായി പറയാൻ, വളരെ ആഴത്തിലുള്ള അറിവ് നൽകുന്ന ഒരു ആധികാരികതയിൽ നിന്ന് സമൂഹത്തിന് നേർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആളത്വം, അങ്ങനെ ഒരു ആളത്വം ഒരുപക്ഷെ ഇനി ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഒരു ആളത്വത്തിൻ്റെ ആവശ്യം ഇനിയുള്ള കാലത്ത് ആവശ്യവും ഉണ്ടാവില്ല. എങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ നേരത്തെ സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ആളത്വം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് പോലെ അത്തരത്തിൽ തീക്ഷ്ണമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് അഴീക്കോട് മാഷ് ഇന്നും പ്രസക്തനാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രാമനല്ല രാമായണമാണ് പ്രസക്തം എന്ന് പറയുന്ന പറച്ചിൽ വളരെ അല്ലാതെ ആളുകൾക്കൊക്കെ രാമായണത്തോട് താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഈ രാമായണത്തിൽ നിന്ന് അടർത്തിയെടുത്ത രാമനോടുള്ള താല്പര്യമല്ല. അക്കാദമിക് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാൽമീകിയുടെ തന്നെ ഗവേഷണ പ്രശ്നം എന്തായിരുന്നു അത് മാഷ് ആലോചിക്കുന്നുണ്ട്. ഗവേഷണ പ്രശ്നം നല്ല ഹിന്ദു ആരായിരുന്നു എന്നുള്ളതല്ല, ഉത്തമനായ മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളതായിരുന്നു വാൽമീകിയുടെ ഗവേഷണ പ്രശ്നം. വാൽമീകി രാമായണത്തിൽ അന്വേഷിക്കുന്ന അതാണ്. അത് വള്ളത്തോളിൻ്റെ തർജ്ജമയും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പാരിൽ ആര് ഗുണവാൻ, ആര് വീര്യവാൻ, കൃതജ്ഞൻ, ധർമ്മമറിവോൻ, നേരോതുന്നവൻ, ദൃഢവ്രതൻ, മര്യാദക്കാരനാര്, ആര് സർവഭൂതത്തിനു ഹിതം വരുത്തുവോൻ, ആര് വിദ്വാൻ, ത്രാണിയുള്ളോൻ, ആരൊരാൾ പ്രിയദർശനൻ. ഈ ചോദ്യത്തിൻ്റെ ഒക്കെ ഉത്തരവാണ് രാമായണത്തിലൂടെ വാൽമീകി പറയാൻ ശ്രമിച്ചത്. ആ വാൽമീകി രാമനെ വിളിക്കുന്ന പേരാണ് നേരത്തെ സുനിമാഷ് ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ആനന്ദവർദ്ധനൻ എന്നുള്ളത്. ഇത് അഴീക്കോട് മാഷിന് വളരെ ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു. അദ്ദേഹം പല പ്രഭാഷണങ്ങളിലും ഈ പേരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണല്ലോ അർത്ഥം. ആനന്ദവർദ്ധനൻ എന്നതിനേക്കാൾ നല്ലൊരു പേരുണ്ടെങ്കിൽ അത് സുകുമാരൻ എന്നുള്ളത് മാത്രമാണ്. ആ പേരിൻ്റെ സൗന്ദര്യം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പിന്നിൽ ഈ അഴീക്കോട് എന്ന ഒരു വാലും കൂടി ഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലും പറയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാൻ, വിമർശന ബുദ്ധിയ പരിശോധിക്കാനുള്ള, അതാണ് ഞാൻ ഈ ഇന്ത്യൻ എപ്പിസ്റ്റമോളജിയുടെ തന്നെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു സംഗതിക്ക് തത്വചിന്തയുടെയും ഭാഷയുടെയും യുക്തികൾ സാമൂഹ്യ വിമർശനത്തിലാവട്ടെ സാഹിത്യ വിമർശനത്തിലാവട്ടെ പ്രസക്തി ഇല്ലാതായി തീർന്നിട്ടില്ല. കാരണം ഭാഷ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സാമൂഹികം തന്നെയാണ്. സാമൂഹ്യമായിട്ടല്ലാതെ ഭാഷയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. എനിക്ക് മാത്രം അറിയുന്ന ഒരു വാക്കാവില്ല. നിങ്ങൾക്കും കൂടി അറിയുമെങ്കിൽ മാത്രമേ ഒരു വാക്കിന് വാക്കായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഭാഷയുടെ യുക്തി എന്ന് പറയുന്നത്. ഈ ഭാഷയുടെ യുക്തി അഴീക്കോട് മാഷ് സാമൂഹ്യ വിമർശനത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്, സാഹിത്യ വിമർശനത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സീത എന്നുള്ള, ഇപ്പം രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും സീത എന്നുള്ള പേര് പോലും, ഉഴവുചാല എന്നുള്ള അർത്ഥമുള്ള സീത എന്നുള്ള പേര്, അത് ആ ഒരു കാലഘട്ടത്തിൽ നസ്മാഷിയുടെ സൂചിപ്പിച്ച ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു, ഭൂമിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കാലവും കൂടിയാണത്. ആ കാലത്ത് ഒരു കൃതിയുടെ ആവട്ടെ ഒരു പ്രവൃത്തിയുടെ ആവട്ടെ മേന്മ നിർണ്ണയിക്കാനുള്ള ടെക്സ്റ്റോണായി ഉരകല്ലായിട്ട് ഉപയോഗിച്ചിരുന്ന അതാണ്. അങ്ങനെയാണെങ്കിൽ ഉഴവുചാലിൽ ജനിച്ച ഒരർത്ഥത്തിൽ അനാഥയായിട്ടുള്ള, അച്ഛനും അമ്മയൊന്നുമില്ലല്ലോ,
ജനകൻ എടുത്തു വളർത്തുകയാണ്. അങ്ങനെ ഉഴവുചാലിൽ ജനിച്ച അനാഥയായിട്ടുള്ള മണ്ണിൻ്റെ മകളാണ് സീത എന്നാണ് അദ്ദേഹം പറയുക. ഇത്തരത്തിലൊക്കെയാണ് അദ്ദേഹം സാഹിത്യകൃതികളെയും പരിശോധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുതാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ വിമർശന രംഗത്തേക്ക് വന്നാലും ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ, തനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുന്നേ കോൺഗ്രസ് മരിച്ചുപോയി എന്ന് പറയുകയും ഇടതുപക്ഷ സഹയാത്രികനായിട്ട് അവസാനകാലം ചെലവഴിക്കുകയും ചെയ്ത ആളാണ് അഴീക്കോട് മാഷ്. അതെന്തുകൊണ്ടാണ്? സുഭാഷ് ചന്ദ്രനൊക്കെ പറയുന്ന പോലെ പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചു പോകുന്ന ജീവിയാണ് മനുഷ്യൻ എന്നുള്ള യുക്തിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അവസാന കാലത്ത് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. പക്ഷേ ദേശീയ സമരത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്ന നല്ല കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന വംശനാശം സംഭവിച്ച ജനസിൽപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാളെ വളരെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ആ വിമർശനവും അതിന് ചില പ്രഭവ കേന്ദ്രങ്ങളുണ്ട്. ഭക്തിയെക്കുറിച്ച് കെ കരുണാകരൻ്റെ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതും ഭാഷയുടെ ഒരു പ്രയോഗത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിക്കുന്നത്. ആൾമാറാട്ടം വളരെ കുറ്റകരമാണെന്ന് നമുക്കറിയാം. പക്ഷെ ആദർശ മാറാട്ടത്തെ നമ്മൾ അതുപോലെ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. എല്ലാ ആഴ്ചയും ഗുരുവായൂർ ദർശനത്തിന് പോയിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? വീണ്ടും മുഖ്യമന്ത്രി ആവണം എന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതെന്ത് തരത്തിലുള്ള ഭക്തനാണ്? ദശകങ്ങളായി ഗുരുവായൂർ ഭക്തനായിരുന്നിട്ടും ഈ ഗുരുവായൂർ ഭക്തൻ എന്നുള്ള പദവിയേക്കാൾ ഗംഭീരമായിട്ടുള്ള പദവിയാണ് മുഖ്യമന്ത്രി പദവി എന്ന് കരുതുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഈ നടത്തുന്നത് ആദർശ മാറാട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പം അവിടെയും പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ എപ്പിസ്റ്റമോളജിയിൽ വർഗീകരണത്തിൻ്റെ ഒരു യുക്തി. എല്ലാത്തിനും ഇപ്പം ഭക്തിയെപ്പോലും ഇന്ത്യൻ ചിന്തയിൽ പലതായിട്ട് വിഭജിക്കുന്നുണ്ട്. ഉത്തമ ഭക്തി, അധമ ഭക്തി, മധ്യമ ഭക്തി എന്നൊക്കെ തരത്തിൽ വർഗീകരിക്കുന്ന ഒരു യുക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് താമസമായിട്ടുള്ള അധമ ഭക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഗുരുവായൂർ ഭക്തിയെ വിമർശിക്കുന്നത്. ആ തരത്തിലൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ വിമർശനം എന്ന് പറയുന്ന അതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. വെറുതെ വിമർശിക്കുക എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അടിസ്ഥാനമില്ലാത്ത കുറ്റാരോപണങ്ങൾ നടത്തുക എന്നുള്ളതോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി. അത് രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് വിമർശിക്കുമ്പോഴാവട്ടെ, സാമൂഹിക രംഗത്തെക്കുറിച്ച് വിമർശിക്കുമ്പോഴാവട്ടെ ഒക്കെ അദ്ദേഹം ഈ ചില പ്രഭവ കേന്ദ്രങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു ആ വിമർശനം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് കേരളം ആകെ ആ വിമർശനത്തിന് കാതോർത്തിരുന്നത്. അതുപോലെ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും രാവിലെ സുനിൽ മാഷാദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 5 രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പേരെ മാത്രമേ, അല്ലെങ്കിൽ ഒരാളെ മാത്രമേ ഈ സോക്കോൾഡ് ഹിന്ദു എന്ന ഗണത്തിൽ പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനനായിരുന്നു, അശോകനും ഹർഷവർദ്ധനും ബൗദ്ധനായിരുന്നു, അക്ബർ മുസ്ലിമായിരുന്നു. അതിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെ കൂടാതെ ഒരു പേരും കൂടി അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. അത് കൃഷ്ണദേവരായരുടെ പേരാണ്. ഈ കൃഷ്ണദേവരായരെ എണ്ണം പറഞ്ഞ രാജാക്കന്മാരുടെ ഗണത്തിൽ പെടുത്താൻ കാരണം കൃഷ്ണദേവരായരുടെ സഭയിൽ അഷ്ടദിഗ്ഗജങ്ങളിൽ ഒരാളായിട്ട് തെന്നാലി രാമൻ ഉണ്ടായിരുന്നു. തെന്നാലി രാമൻ എന്ന് പറയുന്നത് ഫലിത സാമ്രാട്ടായിരുന്നു. ഇന്നും നമ്മൾ തെന്നാലി രാമൻ്റെ ഫലിതങ്ങൾ ആസ്വദിക്കുന്നത്. അങ്ങനെ ഒരു ഫലിത സാമ്രാട്ടിനെ, അതായത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളിൻ്റെ ഉരകല്ലായിട്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ഒരു ഫലിത രസികനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായ രാജാവാണ് എന്ന് പറയും. നമ്മൾ നെഹ്റുവും
ശങ്കറും തമ്മിലുള്ള, കാർട്ടൂണിസ്റ്റ് ശങ്കറും തമ്മിലുള്ള വിനിമയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന തരത്തിലുള്ള അതേ യുക്തിയിലാണ് കൃഷ്ണദേവരായരെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഉപനിഷത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഉപനിഷത്തിൻ്റെ വിവർത്തനത്തെക്കുറിച്ച് 1657 തന്നെ ദാര എന്ന് പറയുന്ന മുഗൾ രാജകുമാരൻ 50 ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. ഈ പേർഷ്യൻ വിവർത്തനത്തിൽ നിന്നാണ് പിന്നീട് ലാറ്റിൻ വിവർത്തനം വരുന്നത്. ആ ലാറ്റിൻ വിവർത്തനത്തിൻ്റെ വിവർത്തനങ്ങളായിട്ടാണ് പിന്നീട് ലോകമാകമാനവും ഉപനിഷത്ത് പ്രചരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവിടെ തന്നെയുള്ള വെളിച്ചങ്ങളെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കാനൊക്കെ തൻ്റെ ഓരോ പ്രഭാഷണത്തിലും എഴുത്തിലുമൊക്കെ അദ്ദേഹം നിഷ്ഠ പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉപനിഷത്തുകളുടെ അടക്കം രചനയിൽ ഉള്ള കീഴാള, നമ്മൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. കീഴാള നവോത്ഥാനം ആയതുകൊണ്ടാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ സവിശേഷതയായി അതൊരു കീഴാള നവോത്ഥാന പ്രക്രിയയായിരുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു നോട്ടം അദ്ദേഹം ഉപനിഷത്തുകളിലേക്കും അയക്കുന്നത് നമുക്ക് കാണാം. ഉപനിഷത്തുകളുടെ രചനയിലടക്കം മയീദാസൻ ഉൾപ്പെടെയുള്ള കീഴാള പ്രാതിനിധ്യത്തെ എടുത്തു കാണിക്കാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഭക്തിപ്രസ്ഥാനത്തിലടക്കമുള്ള കബീറിനെ കുറിച്ച്, കബീർ വിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപനിഷത്ത് വിവർത്തനങ്ങൾ മാത്രമല്ല, വിവർത്തനങ്ങളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ കബീർ മുസ്ലിം ആയിരുന്ന കവിയാണ്. കബീറിനെ പരിഭാഷപ്പെടുത്തുന്നത് ടാഗോറാണ്. ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടുന്ന, ലോകത്തിന് മുന്നിൽ എടുത്തു കാണിക്കേണ്ടുന്ന ഇന്ത്യൻ പാരമ്പര്യമായി കബീറിനെ അടയാളപ്പെടുത്തുന്നതുകൊണ്ടാണ് ടാഗോർ കബീർ തർജ്ജമയിലേക്ക് പോകുന്നത്. അതുപോലെ രവിദാസും സുർദാസും അടക്കമുള്ള ഭക്തിപ്രസ്ഥാന കവികളുടെ പാരമ്പര്യത്തെ ഒക്കെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ നിന്നുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യവും കൂടിയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ ദേശത്തുള്ള പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാൻ കഴിയാത്തതിൽ ദുഃഖിച്ച് ഒരു ഭരണാധികാരി എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടു എന്നതിൽ ഖേദിച്ച് രാജധാനി വിട്ടുപോയ ആളാണ്. അങ്ങനെ വിട്ടുപോയ ആളെയാണ് നമ്മൾ സാധു എന്ന് വിളിക്കുക. സാധു എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാശ്ചാത്യ ചിന്തയിൽ ഫിലോസഫർ കിങ് എന്നാണ് നല്ല ഭരണാധികാരികളെ കുറിച്ചുള്ള സങ്കല്പമെങ്കിൽ നമുക്കിവിടെ സാധുവായ ഭരണാധികാരി എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം വരുന്നത്, സാധു എന്ന പദം വരുന്നത് സമവായത്തിൽ നിന്നാണ്. ഈ സമവായത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത്, അദ്ദേഹം കണ്ണൂർ ഒരുപാട് തറികളുള്ള നാട്ടിൽ നിന്നായതുകൊണ്ട് വളരെ നല്ല ഒരു രൂപം, ഒരുപക്ഷെ ആധുനികതയുടെ ദ്വന്ദ്വയുക്തികളെ പല മട്ടിൽ റദ്ദ് ചെയ്യാൻ പാകത്തിലുള്ള വളരെ സമർത്ഥമായിട്ടുള്ള ഒരു രൂപകം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമവായം എന്ന പദത്തെ, സമവായം ഒരു തന്ത്രമായിട്ടൊക്കെ, നേരത്തെ വിമർശനമല്ല കുറ്റം പറയലേ കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സമവായം ഒരു തന്ത്രമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ സമവായം എന്ന് പറയുന്നത് തുണിയിൽ നൂലെന്നതുപോലെ ഉള്ള അവസ്ഥയാണ്. അദ്ദേഹം സമവായം തൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ ഇടപെടലുകളിലും പങ്കാളിയാവുന്ന ആളാണ് സമവായത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ സമവായത്തിൽ എത്തിച്ചേർന്നയാളെയാണ് സാധു എന്ന് വിളിക്കുക. ഇത്തരത്തിൽ ഈ തുണിയിൽ നൂല് എന്ന് പറയുന്ന രൂപകം ആ നിലയ്ക്ക് വളരെ പ്രസക്തിയുള്ള ഒന്നുകൂടിയാണ്. അങ്ങനെയുള്ള സാധുവായിട്ടാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ അടയാളപ്പെടുത്തുന്നത്, ഗാന്ധിജിയെയും അടയാളപ്പെടുത്തുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, ഗുരുവിൻ്റെ ദുഃഖത്തെക്കുറിച്ച് രാവിലെ സുൽമാഷമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഗുരുവിൻ്റെ ദുഃഖം എന്നുള്ള കൃതിയാണ് എഴുതിയത്. സാമൂഹ്യ വിമർശനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും നിശ്ചിതമായിട്ടുള്ള ഒരു വിമർശകൻ കൂടിയായിരുന്നു അഴീക്കോട് മാഷ് എന്നുള്ളത് നമുക്ക് അറിയാം. മാത്രമല്ല ഈ
വിമർശനങ്ങളൊക്കെ അവസാന കാലത്ത് അദ്ദേഹം സുഖമില്ലാതെ കിടക്കും, അതൊരു വ്യക്തിപരമായിട്ടുള്ള തലത്തിലേക്ക് കടന്നില്ല എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. പലരും അദ്ദേഹം സുഖമില്ലാതായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കും. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവർക്ക് ആർക്കും എന്നോട് അങ്ങനെ ഒരു ദേഷ്യമൊന്നുമില്ല. അത്ര നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുന്നൊരു അങ്ങനെയൊക്കെ പറയാൻ ഇന്ന് ആർക്കാണ് ധൈര്യം കിട്ടുക എന്നുള്ളതും കൂടി ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പലപ്പോഴും പോവേണ്ടി വരുന്നത്. ഗുരു ഉണ്ടായിരുന്നെങ്കിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ല, മതമേതായാലും മനുഷ്യനെ ചീത്തയാക്കാതിരുന്നാൽ മതി എന്ന് ഇപ്പം ഗുരു ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളിന്ന് അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ അഴീക്കോട് മാഷ് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ. അതുപോലെ മനുഷ്യനിലേക്ക് ഭൂമിയിലേക്ക് എങ്ങനെ അടുത്തു നിന്നു എന്നുള്ളത് തന്നെയാണ് ഗുരുവിനെക്കുറിച്ചുള്ള പഠനങ്ങളിലും അദ്ദേഹം അന്വേഷിക്കുന്നതെന്ന് നമുക്ക് കാണാം. അത് ഇങ്ങേയറ്റം ഗുരു അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാതിരുന്നത് പോലും. ആ കാലഘട്ടത്തിലുള്ള സന്യാസി വര്യന്മാർ പലരും തങ്ങളുടെ പൂർവാശ്രമത്തിലുള്ള പേര് മാറ്റി സന്യാസാശ്രമത്തിലുള്ള പേരുകൾ സ്വീകരിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരു പേര് സ്വീകരിക്കുകയുണ്ടായില്ല. നാണു എന്ന അച്ഛനമ്മമാർ ഇട്ട പേര് തന്നെയാണ് നിലനിർത്തിയത്. അത് നാരായണൻ എന്നുള്ളതിന് പല വ്യുൽപ്പത്തിയും പറയാമെങ്കിലും നാരത്തിൽ അയനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് ആശ്രയിക്കാവുന്നവൻ എന്നുള്ള അർത്ഥം ഉള്ളതുകൊണ്ടാണ് ഈ പേര് അദ്ദേഹം നിലനിർത്തിയത് എന്നൊക്കെ അദ്ദേഹം അഴീക്കോട് മാഷ് വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെ മനുഷ്യനുമായും ഭൂമിയുമായും ചേർന്ന് നിന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ കാര്യത്തിലും അദ്ദേഹം ആലോചിച്ചത് എന്നുള്ളത് കാണാം. ഭക്തി അല്ലെങ്കിൽ സനാതനം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന പല സംഗതികളുടെയും നമ്മൾ ഇന്ന് കാണുന്ന ഒരു മുഖം മാത്രമല്ല, അതിന് മറ്റൊരു മുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടുതൽ ഊന്നി പറയാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ശങ്കരനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ചുമ്മാതിരുന്ന സാധു എന്നുള്ള പദത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഋഷിമാരും സന്യാസിമാരുടെയൊക്കെ പാരമ്പര്യത്തെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും ശങ്കരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, 32 വയസ്സിനുള്ളിൽ ഇന്ത്യ മുഴുവൻ, അന്നത്തെ കാലത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരാൾ, ചുമ്മാ ഇരുന്ന് തിന്ന ആളല്ല. ആസാമിലായിരിക്കും അമ്മയ്ക്ക് സുഖമില്ല എന്ന് കേട്ട് അമ്മയെ കാണാൻ വേണ്ടി തിരിച്ചു വന്നയാൾ. അങ്ങനെയൊക്കെയുള്ള ആളാണ് സന്യാസി, അല്ലാതെ ചുമ്മാ തിന്നുന്ന ആളല്ല എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തെയും ഈ തരത്തിലുള്ള ഒരു വിമർശന യുക്തിയിൽ തന്നെയാണ് അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത് എന്ന്. അങ്ങനെ നോക്കിക്കാണെങ്കിൽ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും മറ്റൊന്നും നോക്കാതെ ഇടപെടുകയും ചെയ്തിരുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പല പുതിയ തെളിച്ചങ്ങളും നമുക്കുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ തുടക്കകാലത്തിൽ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസവും നിരാശ്രയരായിട്ടുള്ള ജനങ്ങളും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പത്രപ്രവർത്തകരെ കുറിച്ച് പറയുന്നുണ്ട്. വർക്കിംഗ് ജേർണലിസ്റ്റ് എന്നൊരു പ്രയോഗമുണ്ട്. അതിൽ അദ്ദേഹം തമാശയായിട്ട് പറയും, ഇപ്പോൾ വർക്കിംഗ് ജേർണലിസ്റ്റുകളില്ല, പത്രപ്രവർത്തകരൊന്നുമില്ല, അവർക്കൊരു പ്രവൃത്തിയുമില്ല, അവരെല്ലാം വർത്തകരായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഭാഷയുടെ യുക്തികൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നിശ്ചിതമായിട്ടുള്ള സാമൂഹ്യ വിമർശനത്തിന് വേണ്ടി ഉപയോഗിച്ച് എന്നുള്ളതും കൂടി ഇതിൽ കൂടിയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ എന്ത് വായിക്കുമ്പോഴും റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്നുള്ളത് ആണ്. പക്ഷേ പത്രം വായിക്കുമ്പോൾ നമുക്ക് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്നുള്ളത് സാധ്യമല്ല, വരികൾക്കിടയിലൂടെ വായിക്കാൻ സാധ്യമല്ല. റീഡിങ് ബിറ്റ്വീൻ സ്ലൈസ് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നൊക്കെ. അങ്ങനെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചാവട്ടെ പത്രപ്രവർത്തനത്തെക്കുറിച്ചായി ആവട്ടെ ഒക്കെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ, ആ കാലം ആവശ്യപ്പെട്ട വിമർശനങ്ങൾ, സമരസപ്പെടലിൻ്റെ ഒരു കാലത്ത്, മൗനങ്ങളുടെ ഒരു കാലത്ത് അതിൻ്റെ വില നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും ബൈ പ്രൊഫഷൻ ആയാലും നമുക്കറിയാം, അഴീക്കോട് മാഷ് ദീർഘകാലം ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിട്ടും കൂടി പ്രവർത്തിച്ചിരുന്നു. ബോധനശാസ്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിഷയമായിരുന്നു. ബോധനശാസ്ത്രത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ തത്വചിന്തയിൽ ഊന്നിക്കൊണ്ട് തന്നെ ബോധനശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സമീപത്ത് വസിക്കുക എന്നുള്ളതാണ്. ഗുരുവും ശിഷ്യനും സമീപത്ത് വസിക്കേണ്ടവരാണ് എന്നുള്ളതുമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
അതുപോലെ വിദ്യ ഉണർത്തുന്നതാണ്. അത് ക്ലാസ്സിലെ തന്നെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മാഷ് പറയുന്നൊരു കാര്യം, ക്ലാസ്സിൽ തമാശയായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ട് അധ്യാപകൻ നല്ല ഉറക്കമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി മറുപടി പറഞ്ഞു, ഉറക്കം നന്നായി ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര ശബ്ദമായിരുന്നു ക്ലാസ്സിന്, അതുകൊണ്ട് നന്നായി ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതൊക്കെ സാർ ആ തരത്തിലേക്ക് ആയിപ്പോയിട്ടുണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രസംഗിക്കുമ്പോഴായാലും അവസാനത്തെ വരിയിൽ അവസാനത്തെ റോയിലിരിക്കുന്ന ആൾ ശ്രദ്ധിച്ചാൽ മാത്രം കേട്ടാൽ മതി എന്നുള്ള നിലയ്ക്ക് ആണ് താൻ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു യുക്തി ഇതുകൂടിയാണ് എന്നുള്ളതാണ്. ഈ യുക്തി മനസ്സിലാവാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള അധ്യാപകർ എന്നൊന്നും അവരെ പറയാൻ പറ്റില്ല, അധ്യാപകർ എന്നൊക്കെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള തങ്ങളുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കാനൊക്കെ എല്ലാവർക്കും ഒരു പ്രവണതയൊക്കെ ഉണ്ടാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷെ തൻ്റെ പാരമ്പര്യമായിട്ട് കെട്ട ജാതിയെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? അങ്ങനെയൊരു അവസ്ഥയിലേക്ക് അധ്യാപക സമൂഹമൊക്കെ പോയതിൻ്റെ സമകാലിക ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ തത്വചിന്തയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യമായി ശൂദ്രൻ അക്ഷരം നിഷേധിച്ചിരുന്നതാണ് ഇന്ത്യൻ പാരമ്പര്യം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ഒരു വശവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ക്ലാസ് തീരും അല്ലെങ്കിൽ അധ്യാപനം അവസാനിപ്പിക്കുമ്പോൾ കഠോപനിഷത്തിലെ സൂക്തം ചൊല്ലിക്കൊണ്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത്. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ എന്നുള്ളതാണ്. അത് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഗുരുവും ശിഷ്യനും ഒന്നിച്ച് വീര്യം കൈവരിക്കുന്നതിൻ്റെ, ഗുരുവും ശിഷ്യനും ഒന്നിച്ച് എന്ത് കാര്യവും ഒന്നിച്ച് നേടുന്നതിൻ്റെ ആ ഒരു താല്പര്യം, ആ ഒരു മഹിമ കണ്ടറിയാത്ത ഒരു വിദ്യാഭ്യാസത്തിലേക്ക് ആധുനിക സമൂഹം പോയതിൻ്റെ പ്രശ്നം കൂടിയാണ് നമ്മളിന്ന് കാണുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത് അക്കാദമിക് രംഗത്ത് സർവകലാശാല വിദ്യാഭ്യാസത്തെ അടക്കം നമ്മൾ ആ തരത്തിൽ വിമർശന ബുദ്ധിയ നിരീക്ഷിക്കുമ്പോൾ, ദീർഘകാലം ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ആളും സർവകലാശാല അധ്യാപകനുമായിരുന്ന ആളും ഒക്കെയാണ് അഴീക്കോട് മാഷ്. അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ഒരു വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ ഇന്ത്യൻ ചരിത്രത്തെ 9-ാമത്തെയോ 11-ാമത്തെയോ മറ്റോ അധ്യായത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നു, അത് അങ്ങനെയല്ല വേണ്ടതെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ലോക ചരിത്ര പുസ്തകത്തിൽ ദാസൻ എന്ന പദത്തിന് ബ്ലാക്ക് എന്നുള്ള വിവർത്തനമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ വ്യവഹാരങ്ങൾ മുഴുവനായും പരിശോധിച്ചാലും നമുക്ക് ദാസൻ എന്ന പദത്തിന് ബ്ലാക്ക് കറുത്ത എന്നൊരർത്ഥം നിശ്ചയമായും കിട്ടില്ല. പക്ഷേ പരിഭാഷയിൽ അങ്ങനെയാണ്. യൂറോപ്പിൻ്റെ വംശീയ യുക്തിയിലായിരിക്കാം ഒരു പക്ഷേ ആ പരിഭാഷ വന്നിട്ടുള്ളത്. പലപ്പോഴും അത്തരം കൊളോണിയൽ യുക്തികൾ തന്നെ ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന യുക്തികൾ പലതും ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു പീരീഡെന്നും മുസ്ലിം പീരീഡെന്നും ഇന്ത്യ ചരിത്രത്തെ വിഭജിച്ച കൊളോണിയൽ യുക്തി ഒരിക്കലും ക്രിസ്ത്യൻ പീരീഡെന്ന് ഇന്ത്യ ചരിത്രത്തെ യൂറോപ്യൻ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നില്ല. ആ ഒരു യുക്തിയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ രാമനെ മാത്രം രാമായണത്തിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഈ യുക്തിയിലൊക്കെ ഒരു കൊളോണിയലായിട്ടുള്ള മുതലാളിത്തത്തിൻ്റേതായിട്ടുള്ള യുക്തികളും കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുകയും യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ ചിന്തയ അല്ലെങ്കിൽ ഇന്ത്യൻ എപ്പിസ്റ്റമോളജി ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്യാതെ ഇന്ന് നമ്മൾ പെട്ടുകിടക്കുന്ന പല അപകടങ്ങളിൽ നിന്നും
പല വിഷമ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരാൻ പറ്റില്ല. ആ ചുരുളിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴിയും കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രകാശവും കൂടി അഴീക്കോട് മാഷിൻ്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം എഴുത്തച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവിരുദ്ധ സാഹിത്യമായിട്ടുള്ള ഗാന്ധാരി വിലാപം, മഹാഭാരതം കിളിപ്പാട്ടിലെ ഗാന്ധാരി വിലാപം എന്നുള്ള കാവ്യം, കൃഷ്ണൻ എന്ന് പറയുന്ന അതികായനോട് കൊല്ലിക്കുകയല്ലേ നിനക്ക് രസമെടോ എന്ന് ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ വില്ലൻ്റെ അമ്മ ചോദിക്കുകയാണല്ലോ ചെയ്യുന്നത്. ആ ചോദ്യത്തിൻ്റെ അനന്തരഫലമായിട്ട് ഈ കൃഷ്ണൻ്റെ വംശം തന്നെ കുറ്റിയേറ്റുപോയി എന്നാണ് മഹാഭാരതം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഈ ഗാന്ധാരി വിലാപത്തെക്കുറിച്ച് ആലോചിക്കാതെ, അല്ലെങ്കിൽ ഗാന്ധാരി വിലാപം വായിക്കാതെ എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പം എഴുത്തച്ഛൻ്റെ സ്മാരക മന്ദിരത്തിന് ഇട്ട തറക്കല്ലിനെ കുറിച്ച് ആലോചിക്കുന്നവൻ എഴുത്തച്ഛൻ്റെ അന്തകനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് മറന്നു പോകരുതാത്തൊരു കാര്യമാണ്. അതുപോലെ കോൺഗ്രസ്സുകാരനായി മരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് ഞാൻ മരിക്കുന്നതിന് മുന്നേ മരിച്ചുപോയി എന്ന് പറഞ്ഞതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ അതേ വഴിയിൽ പോയി ചാവരുത്, ചാവുന്നെങ്കിൽ ചത്തോട്ടെ, പക്ഷേ കോൺഗ്രസ് പോയ അതേ വഴിയിൽ കൂടെ പോയി ചാവരുത് എന്നൊക്കെ ഫലിതവും നിശ്ചിതമായിട്ടുള്ള വിമർശനവും ഒക്കെ ചേർത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും എഴുത്തുകൾക്കും മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടി പോലും ആ ബലങ്ങളെ തിരിച്ചു പിടിക്കാനുള്ളതാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് 4 മണിക്ക് നിർത്തണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.